രഹസ്യം സൂക്ഷിക്കുന്ന രണ്ടാൾക്കാരല്ല രാഷ്ട്രീയത്തിൽ ആവശ്യമുണ്ട്. ഏത് പ്രിൻ്റിൽ ഇൻ്റർവ്യൂ വായിച്ചാലും ഏതിൽ വായിച്ചാലും ഇന്ന് വരെ മലയാളികൾ ഒരിക്കലും അറിഞ്ഞിട്ടില്ല എന്താണ് സിദ്ദിഖ് ലാൽ തമ്മിലുള്ള ചെറിയൊരു ഗ്യാപ്പ്. സത്യം പറഞ്ഞാൽ അതിന് വലിയൊരു പ്രണാമം. ഒരിക്കലും ഞാനതൊരു ഇതിൽ തുറന്നു പറഞ്ഞ് താരപ്പകിട്ടിൽ 2 ക്ലാപ്പ് വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ആ പേഴ്സണാലിറ്റി ബിഗ് 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 താങ്ക്സ്. കാര്യം അത് അല്ലല്ല ഞാനെന്ന് വെച്ചാൽ അത് ഒരാളോടെങ്കിലും പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് എത്ര വലിയ രഹസ്യമാണെന്നോ എത്ര സിമ്പിളാണെന്നോ അതറിയില്ല, അത് അവിടെ തന്നെ നിൽക്കട്ടെ. പക്ഷേ ഇന്ന് വരെ വെളിപ്പെടുത്താത്ത ഒരു ബന്ധം, ആ ഒരു പേഴ്സണാലിറ്റി അല്ല, അതിന് ഒന്നും പറയാനുള്ള കാര്യമില്ല. കാരണം വെച്ചാൽ അതൊരു വലിയ കാര്യമാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുകൊണ്ടുള്ള പ്രശ്നമാണ്. അല്ല, ഞാൻ പറഞ്ഞത് സിമ്പിൾ ആണെങ്കിലും അതിന് ക്യൂട്ട്നെസ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ആ കോൺഫിഡൻഷ്യലായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടാകും. അത് ശരിക്കും പറഞ്ഞാൽ കോൺഫിഡൻഷ്യലായിട്ട് കീപ്പ് ചെയ്യുന്നതല്ല, അതിനങ്ങനെ കൃത്യമായിട്ട് വലിയൊരു കാരണമൊന്നുമില്ല. ചേട്ടൻ്റെ മനസ്സിൽ സിനിമ എന്ന് പറയുന്ന ഒരു കാര്യം എപ്പോഴാണ് വന്നത്? ആദ്യമായിട്ട് എനിക്ക് എൻ്റെ മേഖല ഇതായിരിക്കണം, ഞാൻ ഇനി സിനിമയിലോട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാനൊക്കെ ഒരുപാട് സിനിമ കാണുന്ന ആളായിരുന്നു. അതായത് ഞാൻ സിദ്ദിഖൊക്കെ മിക്കവാറും എല്ലാ ദിവസവും സിനിമ കാണും. ഒരു ദിവസം ഒരു സിനിമ എന്ന് പറയുന്നത് മിനിമം എന്ന് വേണമെങ്കിൽ പറയാം. അന്നത്തെ കാലത്ത് ശരിക്കും കാശിനൊക്കെ ബുദ്ധിമുട്ടല്ലേ, പോക്കറ്റ് മണിയൊക്കെ കിട്ടാൻ. എൻ്റെ അമ്മൂമ്മയൊക്കെ ഉണ്ടായിരുന്നു. അമ്മൂമ്മയൊക്കെ ഭയങ്കര കലാസ്വാദകയായിരുന്നു. എൻ്റെ ഫാദറിൻ്റെ അനുജനും ഒക്കെ കലാകാരന്മാരാണ്. അപ്പോൾ അവരൊക്കെ ഗാനമേള, യേശുദാസിൻ്റെ ഒക്കെ ട്രൂപ്പൊക്കെ ഇട്ട് നടക്കുന്ന സമയത്ത് അന്ന് ഗാനമേള റിഹേഴ്സലൊക്കെ വീട്ടിലാണ് നടക്കുന്നത്. എൻ്റെ മൊത്തം കാര്യങ്ങളൊക്കെ അമ്മൂമ്മയാണ് നോക്കുന്നത്. അതുപോലെ അവിടെ ഞങ്ങൾ നാടകം കളിക്കുകയാണെങ്കിലോ എൻ്റെ റിഹേഴ്സൽ ക്യാമ്പ് എല്ലാം നമ്മുടെ വീടാണ്. എൻ്റെ വീട് വലിയ വീടായിരുന്നു പുല്ലപ്പുരി. കാരണം ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. 12 മക്കളായിരുന്നു പിന്നെ നമുക്ക്. അപ്പോൾ അവരൊക്കെ കലാസ്വാദകരും കലാകാരന്മാരുമായിരുന്നു. അപ്പോൾ അവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിൽ അവരവിടെ തന്നെ ഒന്ന് റിഹേഴ്സൽ എടുക്കുക. രാത്രി കരോൾ പരിപാടിക്ക് ക്രിസ്മസിന് പോയി കഴിഞ്ഞാൽ രാത്രി ഒന്ന് എല്ലാവരും കിടക്കും, നമ്മുടെ വീട്ടിൽ തന്നെ ഹോളിലൊക്കെ നിറഞ്ഞ് കിടക്കും. അവർക്കുള്ള ഭക്ഷണം കാര്യങ്ങളും ഒക്കെ ചെയ്ത് കൊടുക്കും അമ്മൂമ്മ. അമ്മക്ക് സ്വന്തമായിട്ട് കുറേ പശു വളർത്തലും പാല് കൊടുക്കലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മൂമ്മക്ക് തന്നെ വരുമാനമുണ്ട് സ്വന്തമായിട്ട്. അത് നമ്മളെയൊക്കെ ഭയങ്കരമായിട്ട് ആ കാര്യത്തിനൊക്കെ ഫീഡ് ചെയ്യുമായിരുന്നു. പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് പിന്നെ കുറച്ച് പ്രായമായി കഴിഞ്ഞപ്പോൾ സിദ്ദിഖിനൊക്കെ ജോലി കിട്ടി. സിദ്ദിഖ് സ്കൂളിൽ ക്ലാർക്കായിരുന്നു. അപ്പോൾ സിദ്ദിഖിന് പൈസ ഉണ്ടാവും, സിദ്ദിഖ് പൈസ എടുക്കും. അതല്ലേ നമ്മൾ ഫ്രണ്ട്സ് കുറേ പേരുണ്ടായിരുന്നു, തിരക്കില്ലാത്ത സാമ്പത്തിക ഇതുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലുമായിട്ട് തന്നെ ആളുടെ പൈസ ഒന്നുമില്ല, പോകുക എന്ന് പറയുന്നതാണ്. എല്ലാ ദിവസവും സിനിമകൾ കാണും. അങ്ങനെ സിനിമകൾ ഒരു ഭ്രാന്തായിരുന്ന വെച്ചൊരു ടൈം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പടങ്ങളെല്ലാം കാണും. എല്ലാ വെള്ളിയാഴ്ചയും സിനിമ മാറും ശ്രീധർ തിയേറ്ററിൽ. 2 പ്രാവശ്യം മാറും, ആഴ്ചയിൽ 2 പടം വരും. അതൊക്കെ എല്ലാ പടങ്ങൾക്കും ഞങ്ങൾ പോയിട്ട് വന്നിട്ട് അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ ഉണ്ടാകും. കാരണം ഈ ഭാഷ വലിയ പിടുത്തമില്ലാത്തതുകൊണ്ടിട്ട് സിനിമ കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം എൻ്റെ കഥ ഉണ്ടാക്കാൻ. ആ കഥയിൽ ഡിസ്കഷനിൽ കൂടി ഒരു കഥ ഉണ്ടാവും. ഇത് കഴിഞ്ഞ് ഇപ്പം ഞാൻ തന്നെ പലപ്പോഴും അന്ന് കണ്ടിട്ടുള്ള പല പടങ്ങളും പിൽക്കാലത്ത് അടുത്ത കാലത്തൊക്കെ കാണുമ്പോൾ ഞങ്ങൾ അന്ന് കണ്ടിരുന്ന കഥയേ അല്ല എന്ന് തിരിച്ചറിഞ്ഞിരുന്നു. ഇത് സിനിമ തിയേറ്ററിൽ കളിച്ച കഥ ഒന്ന്, നമ്മൾ കണ്ട കഥ ഒന്ന്, ഇപ്പോൾ മനസ്സിലാക്കുന്ന കഥ ഒന്ന് എന്ന് പറഞ്ഞ അവസ്ഥയിലൊക്കെ. പക്ഷെ അതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ള ചില കാര്യങ്ങൾ, ചില പടങ്ങൾ നമ്മൾ അന്ന് മനസ്സിലാക്കിയ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സിനിമ കാണുമ്പോൾ കാണുന്ന കഥയൊക്കെ നല്ലതായിരുന്നു അന്ന് നമ്മളിരുന്ന് ഉണ്ടാക്കിയെടുത്ത കഥ എന്ന് മനസ്സിലാകുന്ന രസകരമായിട്ട് സംഭവം. അങ്ങനെ ഒരു കൂട്ടായ ചർച്ചകൾ അവിടെ പുല്ലേപ്പിടിയിൽ നടക്കുമായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ അറിയാതെ സിനിമയോട് തോന്നിയ ഇഷ്ടത്തിൻ്റെ പുറത്ത് ഒരിക്കൽ തിമിംഗലം എന്ന് പറയുന്നൊരു സിനിമ ഞങ്ങൾ കണ്ടു. വളരെ മോശപ്പെട്ടൊരു സിനിമ. ആ സിനിമ കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഞാനും സിദ്ദിഖും പിന്നെ ഞങ്ങളുടെ വേറെ സുഹൃത്ത് ഉസ്മാൻ എന്ന് പറഞ്ഞ സുഹൃത്തുണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ചേട്ടാ നമ്മൾ വിചാരിച്ച കഥ ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് കഥ ഉണ്ടാക്കാം തീരുമാനിക്കുകയും അങ്ങനെ മലയാള സിനിമയിലെ തിമിംഗലങ്ങളായി. അന്ന് വന്നിട്ട് പിറ്റേ ദിവസം രാത്രി മുതൽ ഇരുന്ന് കഥ ഉണ്ടാക്കലാണ്. നമ്മുടെ എൻ്റെ കൊച്ചാപ്പൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ. അപ്പോൾ വാൾട്ടർ എന്ന് പറഞ്ഞ എൻ്റെ ഒരു അനിയനുണ്ട്, കൊച്ചാപ്പൻ്റെ മകനുണ്ട്. അവൻ ചായയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തന്നുകൊണ്ടിരിക്കും. ഒരു ആൻറ്റിയുണ്ട്, മാഗി ആൻറ്റി എന്നുണ്ട്, വാൾട്ടറിൻ്റെ അമ്മച്ചി ചായ ഉണ്ടാക്കി കൊടുക്കും, പിന്നെ അത് കൊണ്ടുവന്ന് തരും. ഞങ്ങളുടെ അന്നത്തെ എഴുത്ത് കണ്ടതായിരിക്കും മറ്റന്നാൾ ഷൂട്ടിംഗ് തുടങ്ങാനുള്ളതാണെന്ന് തോന്നും. അങ്ങനെ എഴുതുന്നത്. കാരണം രാത്രി ഇരുന്നിട്ട് 3 മണി 4 മണി വരെയൊക്കെ ഇരുന്ന് എഴുതുക. ഇത്രയും എഴുതി കൂട്ടിയതിനെ എങ്ങനെ ഷോർട്ടൻ ചെയ്തു? പിന്നെ അതൊക്കെ എന്നിട്ട് പിന്നെ എവിടെയോ കളഞ്ഞു, അതൊക്കെ പോയി. അപ്പം അന്ന് ആ ഒരു ആവേശത്തിലാണ് അങ്ങോട്ട് ഇറങ്ങിയത്. അങ്ങനെ ഇറങ്ങിയ കൂട്ടത്തിൽ ഞങ്ങളൊരു 3-4 കഥകൾ ഉണ്ടാക്കിയായിരുന്നു. അതിനകത്ത് പെട്ടാണ് നാടോടിക്കാറ്റ്, പിന്നെ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ, പിന്നെ മുഖപുര എന്നുള്ള പേരിലൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ എവിടെയോ പോയി, പിന്നെ ഒന്നും ചെയ്തില്ല. അത് അങ്ങനെ കുറേ കഥകൾ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ആ കഥകളെ ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടത് ഒരിക്കൽ ഫാസിൽ സാറിനെ ഞങ്ങൾ ആലപ്പുഴയിൽ പ്രോഗ്രാമിന് പോയപ്പോൾ ഫാസിൽ സാറിനെ പരിചയപ്പെടുകയും ഫാസിൽ സാർ വന്നിട്ട് പ്രോഗ്രാം കണ്ടിട്ട് ഞങ്ങൾ അഭിനന്ദിക്കാൻ വേണ്ടി വരികയും
ആ സമയത്ത് അൻസാർ എന്ന് പറയുന്ന ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് ഫാസ്റ്റ് സാറിനടുത്ത് പറഞ്ഞു, ഇവരടുത്ത് കുറേ കഥകളൊക്കെ ഉണ്ട് സിനിമയ്ക്ക് പറ്റി എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി ഒരു ദിവസം വരൂ കഥ കേൾക്കാം എന്ന് പറയും. അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഫാസ്റ്റ് സാറിനടുത്ത് കഥ പറയാൻ പറ്റി. കഥ പറഞ്ഞപ്പോഴും പുള്ളി പറഞ്ഞത് കഥകളിലൊക്കെ എന്തൊക്കെയോ ഉണ്ട്, ഒരുപാട് നല്ല എലമെൻറ്റ്സ് ഉണ്ട്, പക്ഷേ സിനിമ അറിയാൻ പാടില്ലാത്തതിൻ്റെ ആയിട്ടുള്ള കുഴപ്പങ്ങൾ നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ കൂടെ അസിസ്റ്റൻസായിട്ട് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അതാണ് ഞങ്ങളുടെ ഒരു ഓപ്പണിങ്. അപ്പോൾ ആ ഓപ്പണിങ്ങിന് വഴിതെളിച്ചത് ഈ കഥകൾ ഉണ്ടാക്കി എന്ന് പറയുന്ന കാര്യം കൊണ്ടിട്ടാണ് അവിടെ എത്താൻ പറ്റിയത്. ഈ പറഞ്ഞ ഓപ്പണിങ് രാംജി റാവു സ്പീക്കിംഗ്, അത് കഴിഞ്ഞ് ഗോഡ് ഫാദർ, ആ പ്രവേശിച്ച കാലമാണ് ഞാൻ. ഇന്ന് ദ ഹണി ബി 2, ഇതിലെ ഒരു ടെക്നോളജിക്കൽ ഡിഫറൻസ്, അതല്ലാതെ ലൊക്കേഷനിലുള്ള വ്യത്യാസം, ബന്ധങ്ങളിലെ ശൈഥില്യം, ഇതൊക്കെ എങ്ങനെ കാണുന്നു ലാലേട്ടൻ? അന്നത്തെ ആ ഒരു സിംപ്ലിസിറ്റി ഉണ്ടോ ഒന്ന്? പിന്നെ മാറ്റങ്ങൾ ഉണ്ടായേത്തീരുള്ളൂ, അനിവാര്യമാണ്. അത് ഏത് കാലത്തും ഈ പറഞ്ഞ ന്യൂ ജനറേഷൻ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ന്യൂ ജനറേഷൻ എന്ന് പറയുന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഭരതൻ പത്മരാജൻ എന്നൊക്കെ പറഞ്ഞു വന്നത് ഒരു ന്യൂ ജനറേഷൻ ആയിരുന്നു. ഐ.വി. ശശി വന്നത് ഉത്സവം എന്ന് പറയുന്ന കെ.പി. ഉമ്മറിനെ നായകനാക്കിയിട്ടുള്ള ഒരു സക്സസ്ഫുൾ പടം ഉണ്ടായിക്കൊണ്ടാണ് ഐ.വി. ശശി വരുന്നത്. അതൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള മാറ്റമായിരുന്നു. അങ്ങനെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. രാംജി റാവുവിൻ്റെയൊക്കെ അതൊരു ന്യൂ ജനറേഷൻ ആയിരുന്നു. രാംജി റാവു ഹരിഹരൻ അത് കഴിഞ്ഞിട്ട് അതിനെ പിടിച്ചിട്ട് ഒരുപാട് സിനിമകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നീട് ഒരു കാലഘട്ടം വന്നപ്പോഴും വേറെ സുൽത്താൻ പേപ്പർ, പ്രേമം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പടങ്ങൾ വന്നു, ഹണിബി പോലത്തെ പടങ്ങൾ വന്നു. അപ്പോൾ അത് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകണം, ഉണ്ടായാലേ സിനിമ നിൽക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ പഴയ ആളുകൾ അത് കണ്ടിട്ട് അതിലെന്തോ ഉണ്ടല്ലോ പുതിയത്, അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. അല്ലാതെ അത് കണ്ട ഉടനെ ഇതെന്ത് ഇപ്പോൾ പിള്ളേരെ കൂടി എന്ത് തട്ടിക്കൂട്ടുന്നു എന്ന് ചിന്തിക്കുന്നവരൊക്കെ അവിടെ ഇരിക്കും, പിന്നെ അവർക്ക് വളർച്ച ഉണ്ടാവില്ല. അപ്പോൾ ശരികൾ വരുമ്പോൾ ആ ശരികൾ എന്താണെന്ന് തിരിച്ചറിയാനുള്ള മനസ്സും ഒക്കെ ഇല്ലെങ്കിൽ, പണ്ട് ലാൻഡ് ഫോൺ ഉപയോഗിച്ചെന്ന് വെച്ചാൽ അത് തന്നെ ഉപയോഗിക്കുള്ളൂ, അവൻ മൊബൈൽ ഫോണിനെ പുച്ഛിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ, അതിനടുത്ത് സംസാരിക്കാൻ പോലും അവന് പറ്റില്ല. അപ്പോൾ പുതിയ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞേ തീരുള്ളൂ, അറിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് കിട്ടിയ ഭാഗ്യം എന്ന് പറഞ്ഞതിൽ ഞാൻ ഈ അഭിനയവും കൂടി ഉള്ളതുകൊണ്ടിട്ട് എനിക്ക് ഒരുപാട് പേരായിട്ട് മിക്സ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലാലേട്ടൻ പണ്ട് അഭിനയിച്ച സിനിമകളൊക്കെ ഇരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് കാണും, വീട്ടിലെത്രത്തോളം ഡിസ്കസ് ചെയ്യുമ്പോൾ? വീട്ടിലങ്ങനെ എൻ്റെ പടങ്ങൾ അങ്ങനെ വരുമ്പോൾ ഒന്നും ഇട്ട് കാണുന്ന പരിപാടിയൊന്നുമില്ല. കണ്ടു കഴിഞ്ഞാലും അല്ല, എനിക്ക് പല പടങ്ങൾ കാണുമ്പോഴും ഇപ്പോൾ എന്താ പ്രത്യേകിച്ച് കന്മതം പടത്തിനെ പറ്റിയൊക്കെ ഒരുപാട് പേര് പറയും, ലാലേട്ടൻ്റെ പണ്ട് പറയും. എനിക്കിപ്പോഴും ഭയങ്കര സങ്കടമാണ് ആ പടം. കാരണം വെച്ചാൽ അത് എത്രയോ നന്നായിട്ട് ചെയ്യാൻ സാധ്യതയുള്ളൊരു കഥാപാത്രമായിരുന്നു. അത് വളരെ മോശമായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് ഞാനിപ്പോൾ കാണുമ്പോൾ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ അന്നത്തെ കാലത്താണെങ്കിലും അത് ശരിയല്ലല്ലോ. അപ്പോൾ പക്ഷെ ഇന്നത്തെ നമ്മൾ ചെയ്ത സിനിമകൾ ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പക്ഷെ തോന്നില്ലേ? അഭിനയത്തിന്റെ കാര്യത്തിനകത്ത് അങ്ങനെ ഒരു ശരിയില്ലായ്മ വരാൻ പാടില്ലോ. ഒന്നും മനുഷ്യൻ തന്നെയല്ലേ. അന്നുണ്ടായിരുന്ന കാലഘട്ടത്തെ ആളുകളുടെ ശരീരഭാഷയും കാര്യങ്ങളും സംസാരത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ എങ്കിൽ പോലും മുഖത്ത് എക്സ്പ്രഷൻസ് വരുന്നത്, അവിടെ മോഹൻലാൽ പെർഫെക്റ്റ് ആണ് ഇപ്പോഴേ, അവിടെയാണ് അതിൻ്റെ കാര്യങ്ങൾ മാറുന്നത്. മോഹൻലാലിൻ്റെ കാണുമ്പോൾ നമുക്കൊരു കുഴപ്പങ്ങളും തോന്നുന്നില്ല, നമ്മുടെ അതിനകത്ത് കുഴപ്പങ്ങളുണ്ട്, ഇത് എത്രയോ ചാൻസ്. അത് ആ പടത്തിന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗുണം, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് മോഹൻലാലിനേക്കാൾ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസാണ് ആ പടത്തിന്. പക്ഷേ എനിക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് എനിക്കറിയാം അത് ഓദർ സപ്പോർട്ട് എന്ന് പറയുന്ന സംഭവം ഭയങ്കരമായിട്ടുള്ളൊരു കഥാപാത്രമായിരുന്നത്. അതായത് ലോഹിദാസ് ആ കഥാപാത്രത്തിനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. മോഹൻലാൽ പ്രൊഡ്യൂസ് ചെയ്ത പടമായിട്ട് പോലും അദ്ദേഹം അതിന് സമ്മതിച്ചു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സ്. പല നടന്മാരാണെങ്കിൽ അതൊന്നും പറ്റില്ല, അതിന് ആ ക്യാരക്ടർ ഇങ്ങനെ വളരുന്നതെന്ന് ചോദിച്ചിട്ട് കട്ട് ചെയ്യും. അപ്പോൾ അത് ചെയ്യണം ശരിക്കും. പല നല്ല നടന്മാരെ പലരും അങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ അതുപോലും ചെയ്യാണ്ട് കാണിച്ച മോഹൻലാലിൻ്റെ വലിയ മനസ്സും ലോഹിദാസിൻ്റെ അതിഗംഭീരമായിട്ടുള്ള കഴിവുമാണ് എന്നെ പടത്തിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അല്ലാതെ അഭിനയം കൊണ്ടിട്ടുള്ള ഗുണമല്ല. അത് 100% അറിയാവുന്ന കൊണ്ടിട്ടാണ് എനിക്കിപ്പോഴും നിൽക്കാൻ പറ്റുന്നത്. കാരണം എനിക്കിപ്പോഴും അറിയാം ഞാൻ ഒരുപാട് ശരിയാകാനുണ്ട്. ഇപ്പോഴും പല സീൻസും ഞാൻ വളരെ നാച്ചുറലായിട്ടും എനിക്ക് വളരെ കംഫർട്ടബിളായിട്ട് ചെയ്യുമ്പോഴും ചില സീനുകളിൽ വന്നിട്ട് ഞാൻ രക്ഷപ്പെട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്ന സന്ദർഭങ്ങളുണ്ട്. അത് നമുക്ക് ഇപ്പോൾ ഈ ഫുക്രിയിൽ പോലും പല സീൻസിലും എനിക്കറിയാം, ഞാനിപ്പോൾ ഡബ് ചെയ്തിട്ട് വരുമ്പോൾ അറിയാം അത് ആ സീൻ നന്നാക്കേണ്ടതായിരുന്നു, കുറച്ച് സ്ട്രെയിൻ എടുത്തത് അത് ശരിയായില്ല കേട്ടോ, ഒന്നും എടുക്കാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ശ്രദ്ധിക്ക് തയ്യാറാകുമായിരുന്നു. പക്ഷെ ഞാനപ്പോൾ ആലോചിക്കുന്നത് ഇപ്പോൾ തന്നെ ഞാൻ കഷ്ടപ്പെട്ടാണ് ചെയ്തത്, ഇനി ഒന്നും കൂടി എടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ചെയ്യണമല്ലോ, അത് ഞാൻ ഇതിനേക്കാൾ ബെറ്റർ ആകണമല്ലോ, അത് ചലഞ്ചിങ് ആവില്ലേ, വെറുതെ ആവശ്യമില്ലാണ്ടൊരു പുലിപാല് പിടിക്കണമെന്ന് ഇതിനും മിണ്ടാണ്ടിരിക്കും. ആ മിണ്ടാതിരിക്കുമ്പോൾ ആ തെറ്റായിട്ട് അവിടെ കിടക്കും, അതിന് കാലാകാലത്തോളം കിടക്കും ആ തെറ്റ് എന്ന് പറയുന്ന ചില കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ തിരിച്ചറിയുന്നുണ്ട് എൻ്റെ കുഴപ്പങ്ങളെ പറ്റി എനിക്ക് നല്ല
ധാരണ അങ്ങനെ തിരിച്ചറിഞ്ഞാൽ ആരും പറയാനൊന്നും ധൈര്യപ്പെടില്ല. പ്രത്യേകിച്ചും അങ്ങനെ അതിനൊരു വീണ്ടും വിശകലനം ചെയ്യുന്നത്, അത് ക്രിട്ടിക് ചെയ്തോട്ടെ, ഞാൻ ചെയ്താൽ പോലും ആരും പുറത്തു പറയാൻ തയ്യാറാവില്ല. അതാ അല്ല എനിക്കിപ്പോൾ ഇതിനകത്തിപ്പോൾ ഞാനിപ്പോൾ വലിയ സൂപ്പർ ഹീറോ ആയിട്ട് ഒന്നും കളിക്കുന്ന ആളല്ല. ഇപ്പോൾ പറഞ്ഞു എന്ന് വെച്ചിട്ട് പോകാം. ഇങ്ങനെയാണെങ്കിൽ നാളെ മുതൽ എൻ്റെ മാർക്കറ്റ് ഇടിയൊന്നും പേടിക്കുന്നില്ല. എനിക്ക് മാർക്കറ്റ് ഇല്ലയെന്ന് എനിക്ക് നല്ല ധാരണയുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അതിനകത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ധൈര്യമായിട്ട് പറയാം, എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ, ഞാൻ ഇത്രേ ഉള്ളൂ. ലാലേട്ടന് ഇത് ലാലേട്ടൻ എളിമയുടെ ചെയ്യുന്ന ക്യാരക്ടർ അങ്ങേറ്റത്തേക്ക് പോയിട്ട് പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇത് ഉള്ള കാര്യം സത്യസന്ധമായിട്ട് അതിൻ്റെതായ രീതി മനസ്സിലാക്കി. കാരണം ഈ പ്രത്യേകിച്ച് ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കാൻ മടിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. ഇൻ്റർവ്യൂവിലൊക്കെ വന്നിരുന്ന് കഴിയുമ്പോൾ നമുക്കറിയാതെ എപ്പോഴോ വെച്ചിട്ട് നമ്മളായിട്ടാണ് മാറും. ഉള്ള കാര്യങ്ങൾ നമുക്ക് പറയാണ്ട് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ അറിയാതെ പറഞ്ഞു പോകും. ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ, യങ് ജനറേഷൻ, സർഗാത്മകതയുള്ള പിള്ളേർ, ഒത്തിരി സിനിമയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ വരാൻ കൊതിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് സിനിമ കയ്യെത്തും ദൂരത്താണ്. എന്നാലും സിനിമയിൽ കഷ്ടപ്പെട്ട് വളർന്ന് ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നും മുകളിൽ വരെ എത്തി നിൽക്കുന്ന, സിനിമയുടെ എല്ലാ മേഖലയും പഠിച്ച സിനിമാ പ്രവർത്തകർ അത് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ്, അത് ലാലേട്ടൻ പറഞ്ഞ നേരത്തെ ഇൻ്റർവ്യൂവിൽ എനിക്കൊന്നും കിട്ടാനില്ല. പക്ഷേ ഇത്തരം അവനവൻ്റെ എക്സാമ്പിളല്ല എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുമ്പോൾ ഇത്തരം ആൾക്കാർക്ക് അത് വലിയൊരു അനുഭവ പാഠമാണ്. കാര്യം അവർക്ക് റിലേറ്റ് ചെയ്യാൻ, ഇന്ന് എനിക്കൊന്നും ശരിയായിട്ടില്ലല്ലോ, എൻ്റെ ജീവിതത്തിൽ ഇത്രയും പരാജയമാണല്ലോ എന്ന് ചിന്തിക്കുന്നവനായിരിക്കും ലാലേട്ടനെ പോലെ ഇൻഫ്ലുവൻഷ്യലായ, അതായത് ഇത്തരം ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള വ്യക്തികൾ പറയുന്ന കാര്യം കേൾക്കുന്നത്. അതിൽ അയാൾക്ക് കിട്ടുന്ന ഊർജം അത് വളരെ 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 ഡിഫറെൻ്റ് ആണ്. അല്ല അങ്ങനെയാണെങ്കിൽ ഊർജ്ജമുണ്ടാക്കാൻ കാര്യങ്ങൾ പറയാം. അല്ല ഈ പുതിയതായിട്ട് വരുന്നവർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ജയന്തി പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ പലപ്പോഴും പറയണമെന്ന് തോന്നിയിട്ടുള്ള കാര്യം, ഇപ്പോൾ നമ്മളൊരു ഓഫീസിൽ എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടിയിട്ട് പോകുമ്പോൾ നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്, എന്താണ് എൻ്റെ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്ന സർട്ടിഫിക്കറ്റ്സ് ഹാജരാക്കുക, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഏത് ജോലിക്കാണെങ്കിലും നിർബന്ധമായിട്ടും വേണ്ട കാര്യമാണ്. നമ്മളൊരു ക്ലറിക്കൽ ജോലിയാണെങ്കിൽ, അല്ലെങ്കിൽ പ്യൂണിൻ്റെ ജോലിയാണെങ്കിൽ പോലും ചോദിക്കും. അല്ലെങ്കിൽ ഇവിടെ വെറുതെ ഗേറ്റ് തുറക്കാൻ നിൽക്കുന്ന ഇതിനു മുമ്പ് നീ എവിടെയാണ് നിന്നിരുന്നത്, പിന്നെ ആളുടെ വീട്ടിലാണ്, ഓക്കെ, അയാളുടെ നമ്പറും തരും, എന്നിട്ട് അയാളെ വിളിച്ചു ചോദിച്ചിട്ട് അയാൾ എങ്ങനെയുണ്ടെന്ന് എന്ന് പറയുന്നൊരു അവൻ്റെ ഒരു പ്രൂഫ്, അവൻ എന്താണെന്നുള്ളത് തെളിയിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഈ സിനിമയിൽ മാത്രം ആളുകൾ വരുന്നത് കൈയും വെച്ചിങ്ങോട്ട് വരിക, എനിക്ക് സിനിമയിൽ അഭിനയിക്കണം സാറേ, അപ്പോൾ എന്താണ് ഞാനെന്നില്ല അവൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ സ്കൂളിൽ നാടകത്തിന് അഭിനയിച്ച സർട്ടിഫിക്കറ്റ്സ്, അല്ലെങ്കിൽ ഞാൻ കോളേജിൽ വെച്ചിട്ട് അഭിനയിച്ച അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ്, അല്ലെങ്കിൽ ഞാൻ അഭിനയിച്ച ഒരു സീരിയലിൽ ഞാൻ അഭിനയിച്ച ഒരു സീൻ, ഒരു ഷോട്ട്, അങ്ങനെ എന്തെങ്കിലും പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ സാറേ ഞാനിപ്പോൾ ഒന്ന് അഭിനയിച്ച് കാണിക്കാം, ഞാനൊരു സ്കിറ്റ് പോലെ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാനൊന്ന് പെർഫോം ചെയ്ത് കാണിക്കാം എന്ന് പറയാനുള്ളൊരു കടമ എൻ്റെ വശത്തില്ലേ. തീർച്ചയായിട്ടും ഇവിടെ വരുന്ന 100 പേര് വന്നു കഴിഞ്ഞാൽ 99.9 പേരും ഇതൊന്നുമില്ലാണ്ട് വരുള്ളൂ അഭിനയിക്കാൻ വേണ്ടിയിട്ട് വരുന്നവർ. അവർ വന്നിട്ട് സാറേ എനിക്ക് സിനിമയിൽ അഭിനയിക്കും, കുറേ കാലഘട്ടത്തിൽ ആഗ്രഹം, ഒരുപാട് പേരുടെ പുറകിലാണെന്ന്, എല്ലാവരും എന്നെ പുറത്താക്കി, നിനക്ക് എന്താ ഉള്ളത്? അത് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് സാറേ, പിന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. വിശ്വാസം മാത്രം പോരാ, അവനെ പ്രൂവ് ചെയ്യാനുള്ള ബാധ്യത അവനുണ്ട്. അപ്പം അതും ആയിട്ട് വേണം. ഇപ്പം എൻ്റെ കഴിഞ്ഞ ദിവസം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്താണ്, ഒരു ഷോർട്ട് ഫിലിമാണ് 2 പിള്ളേർ കൂടിയിട്ട് എടുത്തിട്ടുള്ളത്. ഭയങ്കര രസമായിട്ടുണ്ട്. അതിനെ ലാപ്ടോപ്പിൽ കൊണ്ടുവന്നു, ലൊക്കേഷൻ കൊണ്ടുവന്നു, സാറേ ഇങ്ങനെ ഒന്ന് കാണാൻ പറ്റുന്നത് കാണണം. എനിക്ക് എന്തിനു വേണ്ടിയിട്ടാണ് സാറൊന്ന് കണ്ടാൽ നമുക്കൊരു സന്തോഷം, പിന്നെ കാണാമെന്ന് പറഞ്ഞ ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ അവരെ വിളിച്ച് മുറി കൊണ്ടുപോയി അത് വെച്ച് കണ്ടു. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല എഡിറ്റിംഗാണ്, നല്ല സൗണ്ട് സംഭവം സെക്ഷൻ, അത്യാവശ്യം നന്നായിട്ട് പുതിയ ആളുകളെ കൊണ്ട് അഭിനയിപ്പിച്ചിരിക്കുന്നു, വൃത്തിയായിട്ടൊരു കഥ പറഞ്ഞിരിക്കുന്നു. ഒരു 10 മിനിറ്റ് അടുത്ത് വരുന്ന ഒരു സംഭവം, 10 അല്ല അത് കൂടെ ഉണ്ടെന്ന് 20 മിനിറ്റോളം ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പോയി, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് വേണ്ടത്. ഞാൻ അവരുടെ നമ്പറൊക്കെ വാങ്ങിച്ചു വെച്ചു. കാരണം എനിക്കിനി ഒരു ചെറിയ സബ്ജക്റ്റ് ഉണ്ട്, അതാരെങ്കിലും കൊണ്ട് ഒന്ന് പുതിയ പിള്ളേരെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യണമെന്ന് ചോദിച്ച് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം അവനെ പറ്റി ആലോചിക്കും, മനസ്സിലായില്ലേ? അതല്ലാതെ വെറുതെ വന്നിട്ട് കൈയും വീശി വരുന്നതും അതും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അപ്പോൾ ഇവരൊക്കെ ചെയ്യേണ്ട കാര്യം, അവർ എന്താണെന്ന് പ്രൂവ് ചെയ്യുന്ന, അവർ തെളിയിക്കുന്ന എന്തെങ്കിലും അവരുടെ കൈവശം വേണം. അപ്പോൾ അവർ പറയും ഞാൻ സീരിയലിൽ അഭിനയിക്കുന്നുണ്ട് സാർ, ചാൻസ് കിട്ടിയാലേ എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും. വേണ്ട, ഇവർ സ്വന്തമായിട്ട് പെർഫോം ചെയ്യാവുന്ന ഒരു ബിറ്റ് ഓഫ് അവൻ്റെ കഴിവ് കാണിക്കാവുന്ന ഒരു സംഭവം അവൻ ഉണ്ടാക്കി വെക്കട്ടെ. അവൻ വരുമ്പോഴത്തേന് സാറേ ഞാൻ ഒരു സാധനം ഒന്ന് പെർഫോം ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് പറയൂ. ചിലപ്പോൾ ഞാൻ പറയും ഇവിടെ വെച്ച് വേണ്ട, ഇത്ര ആളുകളുടെ മുമ്പിൽ വെച്ച് വേണ്ട, നീ വീട്ടിലേക്ക് പോവാ, അല്ലെങ്കിൽ നാളെ ഓഫീസിൽ പോവാ, എന്നിട്ട് നീ ഒന്ന് പെർഫോം ചെയ്ത് കാണിക്കുന്നത് ഞാൻ പറയില്ലേ. അപ്പോൾ അതിനെങ്കിലും തയ്യാറാകണം ഇവർ. അതല്ലാണ്ട് സാർ എന്തെങ്കിലും തരൂ എന്നാൽ ഞാൻ അഭിനയിച്ച് കാണിക്കാമെന്ന് പറയുന്നതല്ല. അവിടെ നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കാനേ നോക്കുകയുള്ളൂ. സാർ എന്തെങ്കിലും പറയണമെങ്കിൽ ഞാൻ അഭിനയിച്ച് കാണിക്കാം. അപ്പോൾ അത് നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ
അപ്പോൾ ഇത് പുതിയ കുട്ടികളൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. ഏത് സെക്ഷനിലാണെങ്കിലും, അത് ക്യാമറാമാൻ ആണെങ്കിലും സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആണെങ്കിലും കഥ എഴുത്തുകാരനാണെങ്കിലും അഭിനേതാവാണെങ്കിലും പാട്ടുകാരനാണെങ്കിലും പാട്ട് എഴുത്തുകാരനാണെങ്കിലും അവനെ പ്രൂവ് ചെയ്യാനുള്ള ഒരു കാര്യവുമായിട്ട് വരിക എന്ന് പറയുന്നത്. ക്രിസ്മസിൽ തുടങ്ങി വീണ്ടും നമ്മൾ ക്രിസ്മസിലെത്താണ്. ഇത്തവണയും ക്രിസ്മസ് ഇതാ. എന്തൊക്കെയായിരുന്നു മുന്നൊരുക്കങ്ങൾ? എന്തൊക്കെ ഒരുക്കി? നാൻസി ചേച്ചിയായിട്ട് കാര്യം പാക്കപ്പ് കഴിഞ്ഞൊരു 3-4 ദിവസമൊക്കെ കിട്ടി. തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞാൽ ഈ നക്ഷത്രം ഉണ്ടാക്കൽ, പുൽക്കൂട് ഉണ്ടാക്കൽ, ആ കാര്യങ്ങളാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ. ശരി. ഞാനുണ്ടാവും, പിന്നെ ജീൻ്റെ ഫ്രണ്ട്സും ജീനും ഒക്കെ ഉണ്ടാവും. പക്ഷെ അവരൊക്കെ ജീനൊക്കെ സഹായിക്കലേ കണക്കാണ്, അവനൊക്കെ കാഴ്ചക്കാരനാണ്. എനിക്കത് വലിയ ഇഷ്ടമുള്ള കാര്യം. കാരണം എൻ്റെ ഫാദറിൻ്റെ അനുജനല്ല, അവർ 12 മക്കളായിരുന്നു. അത് പോരാഞ്ഞിട്ട് അപ്പൂപ്പൻ ഒരാളെയും കൂടി എടുത്തു വളർത്തിയായിരുന്നു. ഞാൻ 13 പേരുണ്ട്. ആ 13ാമത്തെ ആളായിരുന്നു നമ്മുടെ വീട്ടിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു വെച്ചു. അപ്പോൾ അദ്ദേഹം ഓരോ വർഷവും നക്ഷത്രങ്ങളുണ്ടാക്കുകയും പുൽക്കൂട് ഉണ്ടാക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളതിനൊന്ന് അതിൻ്റെ ഒരു കാഴ്ചക്കാരായിട്ട് ഇങ്ങനെ നിന്നപ്പോൾ ആ ഓർമ്മകൾ നമുക്കിപ്പോഴും ഭയങ്കര സുഖമുള്ള ഓർമ്മകൾ. അപ്പോൾ അതൊക്കെ നമ്മുടെ പിള്ളേർക്ക് നഷ്ടപ്പെടരുതെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോഴും എല്ലാ പ്രാവശ്യവും, ഞാൻ ഈ മറ്റേ പേപ്പറിൻ്റെ നക്ഷത്രം മേടിച്ചിടലല്ല, എല്ലാ പ്രാവശ്യവും നക്ഷത്രം. എൻ്റെ അനുജനുണ്ട് ഷിബു എന്ന് പറഞ്ഞിട്ട്, ഷിബു വരും, രണ്ടുപേരും കൂടി ഇരുന്ന് കെട്ടി, ഞാൻ അതൊക്കെ മടിയനം പണിയൊക്കെ അവൻ ഒന്ന് വർക്ക് ചെയ്തോളും, പിന്നെ പേപ്പറൊക്കെ ഒട്ടിച്ച്. അല്ല, എന്നാലും നമ്മൾ കൂടെ ഇരിക്കുമ്പോൾ ഒരു അപ്പോൾ ആ നക്ഷത്രത്തിന് ഇപ്പോൾ ഈ പറയുന്ന റെഡിമെയ്ഡ് നക്ഷത്രത്തിൻ്റെ ഭംഗി ഉണ്ടാവണമെന്നില്ല, പക്ഷെ അതിന് ഒരുപാട് ഭംഗിയുണ്ട്. നമുക്ക് അതിനൊരു ഭംഗിയുണ്ട്. അതുപോലെ പുൽക്കൂടുകൾ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്, പക്ഷെ നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോൾ അതിൻ്റെ സുഖമുണ്ട്. അതിപ്പോൾ ഈ ക്രിസ്മസ് ആയതുകൊണ്ട് മാത്രമല്ല, ഇപ്പോൾ ഓണമാണെങ്കിൽ നമ്മൾ പൂക്കളിടാനൊക്കെ ആയിട്ടും ഈ താല്പര്യം കാണിക്കാറുണ്ട്. പക്ഷെ പൂ പോയി പറിച്ചിട്ട് വരില്ലെന്നല്ല, വാങ്ങിക്കലാണ്. അത് എൻ്റെ ലൈഫിൽ ഒരുപാട് സമയം ഉറങ്ങി നഷ്ടപ്പെടുത്തുന്ന ആളാണ് ഞാൻ ഭയങ്കര ഉറക്ക ഭ്രാന്തനാണ്. അപ്പോൾ അങ്ങനെ ഉറങ്ങി ഒരുപാട് ലൈഫിൻ്റെ ടൈം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു പ്രായം ഞാൻ ഉറങ്ങിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷെ ബാക്കി സമയമെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം ഞാൻ അതിന് വേണ്ടിയിട്ട് കളയാറില്ല. വരാനുള്ളതാണെങ്കിൽ വരും, വന്നിട്ടുണ്ട് ഭാഗ്യം പോലെ. അത് അക്കാര്യത്തിൽ ഞാൻ ഭയങ്കര അനുഗ്രഹമുള്ളവനാണ്. സിനിമയിൽ വന്നതാണെങ്കിൽ പോലും ഒക്കെ വെറുതെ കിട്ടിയതാണ് ഇങ്ങോട്ട്. ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ ഫാസിൽ സാറ് പറയായിരുന്നു നിങ്ങൾ എൻ്റെ അസിസ്റ്റൻസായിട്ട് നിൽക്കുന്നു. അതുപോലെ ഫാസിൽ സാറാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്, അടുത്ത ഓണത്തിന് ഇറങ്ങുന്ന പടം ഡയറക്റ്റ് ചെയ്യുന്നത് സിദ്ദിഖും ലാലും കൂടിയിട്ടാണ് ഇങ്ങോട്ട് ഓഫർ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് വന്ന് ചേരുക എന്ന് പറയുന്നൊരു ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് വേറെ കാര്യങ്ങളുണ്ട്, നമ്മുടെ ഒരു ഹാർഡ് വർക്ക് സ്വഭാവമൊക്കെ ഉണ്ടാകും. അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അടുത്ത കാലത്താണ്. ഇപ്പം ഞാൻ എൻ്റെ മൊത്തത്തിലെ കാര്യങ്ങൾ നോക്കാനായിട്ട്, സാമ്പത്തിക കാര്യങ്ങൾ, ഞാൻ ഒന്നിനകത്തും ഈ കണക്കും കാര്യങ്ങളൊന്നും എഴുതി വെക്കലും കാര്യങ്ങളും അതിനൊക്കെ ഭയങ്കര മടിയനായിട്ടുള്ള ആളാണ്. അത് നമുക്കൊന്നും അറിയാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അതിനൊക്കെ ഒരാളെ വേണമല്ലോ. അപ്പോൾ നമുക്ക് പരിചയമുള്ള നമ്മുടെ സുഹൃത്ത് വലയത്തിൽ നിന്ന് തന്നെ ഒരാളെടുക്കാം എന്ന് എഴുതിയിട്ട് ചുറ്റും നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എല്ലാവർക്കും ഒരുപാട് കുഴപ്പങ്ങളുള്ളവരാണ്. മനസ്സിലായില്ലേ? അത് സത്യസന്ധനാണ്, നല്ലവനാണ്, പെർഫെക്റ്റാണ്. അവൻ ഒരു കാരണവശാലും 1 രൂപ പറ്റിക്കില്ല. നമുക്ക് ധൈര്യമായിട്ട് ഒന്നും നോക്കാതെ ഏൽപ്പിക്കാം എന്ന് പറയുന്ന ആളുകളെ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ നമുക്കറിയാം അങ്ങനെയുള്ളവരുണ്ട്. അവരൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും നല്ല സ്ഥാനത്തായിരിക്കും. അതല്ലാതെ നടക്കുന്നവരെ നോക്കിക്കോളൂ, മിക്കവാറും അവർക്ക് ഒരുപാട് കുഴപ്പങ്ങളുണ്ടാകും. കുഴപ്പങ്ങളുള്ളതുകൊണ്ട് ഞാൻ ആ ഒരു കണ്ണുകൂടി കണ്ടപ്പോഴാണ് നമുക്ക് ഫ്രീ ആയിട്ടുള്ളവരും വെറുതെ നടക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അവർക്കൊക്കെ ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഒന്നില്ലെങ്കിൽ അത് മദ്യപിച്ചലമ്പുണ്ടാക്കുക, അല്ലെങ്കിൽ പെരുമാറാൻ അറിയാതിരിക്കുക, മറ്റുള്ളവരെ വെറുപ്പിക്കാതെ അങ്ങനെ ജീവിക്കാമെന്നറിയാൻ പാടില്ലാത്തവർ, അങ്ങനെ ഒരുപാട് കുഴപ്പങ്ങളുള്ളവരാണ് മിക്കവാറും പ്രത്യേകിച്ച് പണിയില്ലാണ്ട് നടക്കുന്നത്. വിദ്യാഭ്യാസമൊന്നും അല്ല പ്രശ്നം അവിടെ. വിദ്യാഭ്യാസം അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ചില മര്യാദകളും സംഭവങ്ങളും ഒക്കെ ഉണ്ട് ജീവിതത്തിൽ. അത് ഇല്ലാതെ പോകുന്നവരാണ് ഈ കുഴപ്പത്തിലാകുന്നത്. ഉള്ള സമയത്ത് നല്ല കാര്യങ്ങൾ ചെയ്യുക, അതിൻ്റെ കൂടെ നമുക്കുള്ള കഴിവുകൾ നമുക്ക് ചെയ്യാവുന്ന ഒത്തിരി ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ പ്ലാൻ ചെയ്ത് അങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മറ്റാളെ പിടിക്കാം, എന്നിട്ട് ആ ലെവലിൽ കുറേ പണം ഉണ്ടാക്കാം എന്ന് പറയുന്ന പ്ലാനിങ്ങുകളും സംഭവങ്ങളൊന്നും എനിക്കില്ല. മിക്കവാറും ചില ആളുകളൊക്കെ ഞാൻ സിനിമയിൽ കണ്ടിട്ടുള്ള ഒരാൾ, ഇപ്പോൾ ഇന്ന ആർട്ടിസ്റ്റിനെ വിളിക്കണോടാ, നമുക്ക് മറ്റേ വേഷം ചെയ്യിക്കാൻ ഇന്ന ആളെ വിളിക്കണം, ഒന്ന് വിളിച്ചു ചോദിച്ചാൽ ഡേറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ നിന്ന് വരുന്ന മറുപടി വിളിക്കാൻ പറ്റട്ടെ, അതിന് നമുക്ക് വേറെ വഴിയുണ്ട്, നമുക്ക് മറ്റേ ആളെ വിളിച്ചിട്ട് മറ്റേ പടത്തിൻ്റെ കാര്യം പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു പൈസ ചോദിക്കില്ല എന്നൊക്കെ പറയുന്ന എല്ലാ കാര്യത്തിലും ഓപ്പറേഷൻസാണ്. അങ്ങനെയുള്ളവർ ഒരുപാടുണ്ട്. ഇപ്പോൾ സിനിമയിൽ പ്രത്യേകിച്ച് ഒരുപാടുണ്ട്. എല്ലാ കാര്യങ്ങളും ഒന്നും ഡയറക്റ്റായിട്ടല്ല, അത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അപ്പോൾ അവൻ ഇങ്ങോട്ട് വിളിക്കും, അപ്പോൾ നമുക്ക് അങ്ങോട്ട് കാര്യം പറയാം, അപ്പോൾ നമ്മുടെ കാര്യം എളുപ്പം നടക്കും എന്നൊക്കെ പറയുന്ന
മനസ്സിലായി. ഡയറക്റ്റ് അല്ലാത്ത ഡയറക്റ്റ് അല്ലാത്ത നമുക്കൊരു കാര്യം ഇപ്പോൾ ജയന്തിയെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് നേരെ ജയന്തിയെ വിളിച്ചിട്ട് പറയാം ഇങ്ങനെ ഒരു കാര്യമുണ്ട്, പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയട്ടെ, അല്ലെങ്കിൽ നടക്കുമ്പോൾ നടക്കട്ടെ. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് ജയന്തിയുടെ മുകളിൽ നിൽക്കുന്ന ആളെ വിളിച്ചിട്ട് അയാളെ കൊണ്ടിട്ടൊന്ന് ആദ്യം പറയിപ്പിച്ചിട്ട് ജയന്തിയെ കൊണ്ട് ഇങ്ങോട്ട് വിളിപ്പിച്ചിട്ട് പറയുമ്പോൾ എനിക്കൊന്നും ഡിമാൻഡ് ചെയ്യാൻ ജയന്തിക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ബുദ്ധിയെ അനാവശ്യമായിട്ട് ഒരുപാട് ഉപയോഗിക്കുന്ന സമയങ്ങൾ ഞാനിങ്ങനെ കുറച്ച് ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലവഴിച്ചോട്ടെ. സോൾട്ട് ആൻഡ് പെപ്പറിലെ ഡയലോഗ് ഞാൻ എടുത്തു. ലാലേട്ട ഒടുക്കത്തെ ഗ്ലാമറാണ്. താങ്ക് യു സോ മച്ച്. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ, നവവത്സരാശംസകൾ.